തൃശൂർ കുതിരാനിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായതായി ജനങ്ങളുടെ പരാതി. രണ്ടാഴ്ചക്കിടെ ജനവാസ മേഖലയിൽ ആന എത്തിയത് നിരവധി തവണയാണ്. വീടുകൾക്ക് തൊട്ടടുത്ത് ആന എത്തിയതോടെ കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, കുതിരാനിൽ വീണ്ടും ഒരു കാട്ടാന വലിയ രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ട്. എന്താണ് ജനങ്ങളുടെ പരാതിയിൽ പറയുന്നത്? നിലവിൽ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചോ? വീടുകൾക്കോ മറ്റേതെങ്കിലും നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഈ ആനയുടെ ആക്രമണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അശ്വതി, ഇതിനു മുൻപും ഈ കുതിരാൻ എന്ന് പറയുമ്പോൾ പഴയ ദേശീയപാതയാണ്. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ഇതിലെ വാഹനങ്ങളുടെ അധികമായിട്ടുള്ള സർവീസുകളൊന്നുമില്ല. കാടിനോട് ചേർന്ന് വനത്തോട് ചേർന്ന പ്രദേശമാണ് ഈ കുതിരാനിൽ ജനവാസമുള്ള മേഖല. ആ മേഖലയിലാണ് കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. ഇതിനു മുൻപും സമാന നിലയിൽ കാട്ടാനകൾ ആ പ്രദേശത്തെ ഉറക്കം കെടുത്തിയപ്പോൾ ഈ കുങ്കി ആനകളെ കൊണ്ടുവന്ന്, വയനാട്ടിൽ നിന്ന് 2 കുങ്കി ആനകളെ കൊണ്ടുവന്ന് ആനകളെ അവിടുന്ന് കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. അത്തരത്തിൽ കുങ്കി ആനകൾ 2 ആഴ്ച ഈ ആ പ്രദേശത്ത് തുടരുകയും ഈ ആനകളുടെ സാന്നിധ്യം കണ്ടെത്താതെ വന്നതോടെ അവിടുന്ന് അവർ തിരിച്ചു പോവുകയുമായിരുന്നു. മുൻ വനമന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രൻ നേരിട്ട് സ്ഥലത്തെത്തുകയും ആ വനപ്രദേശത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ ആശങ്കയൊക്കെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ കുങ്കി ആനകളെ അവിടേക്ക് എത്തിച്ചൊരു നടപടി വനവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ ആ നടപടി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അന്ന് മുൻ മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രൻ നൽകിയിട്ടുള്ള ഒരു ഉറപ്പുകളും പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും തങ്ങൾക്ക് കാട്ടാന ശല്യത്തെ തുടർന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തങ്ങളുടെ കരകൃഷി അടക്കം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ വ്യാപകമായിട്ടും ഈ കാട്ടാനകൾ നശിപ്പിക്കുകയാണ്. കാട് വിട്ടിറങ്ങുന്ന ആനകൾ ആ പ്രദേശത്ത് ഈ കുതിരാനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ, കുതിരാനൂർ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിന്റെ തൊട്ട് സമീപം മുതൽ ഈ വനമാണ്. ആ വനപ്രദേശത്ത് തമ്പടിച്ചു നിൽക്കുകയാണ്. വെള്ളം കുടിക്കാൻ അടക്കമെത്തുന്ന ആനകൾ ആ പ്രദേശത്ത് തുടരുകയാണ്. അവയെ ക്രിയാത്മകമായിട്ട് തുരത്താനായിട്ട് വനംവകുപ്പിന് സാധിക്കുന്നില്ല. അക്കാര്യത്തിൽ വനംവകുപ്പ് പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണെന്നാണ് അവർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും വീടിനോട് ചേർന്ന് ആനകൾ എത്തിയിരുന്നു. ഈ വീടിന് സമീപത്ത് വരെ ആനകൾ എത്തുമ്പോൾ അതിനെ തുരത്തി ഓടിക്കാൻ പലപ്പോഴും നാട്ടുകാർ പെടാപ്പാട് പെടുകയാണ്. ഒപ്പം തന്നെ ഈ ഫെൻസിംഗ് വേലികളുടെ നിർമ്മാണം കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും നടക്കാത്തതാണ് ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആനകളെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. അശ്വതി, അത് തന്നെയാണ് സാനു. വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഈ നാട്ടുകാർ നേരിടുന്നത്. അപ്പോഴും വനം വകുപ്പിന്റെ കെടുകാര്യസ്ഥത കണ്ണു തുറക്കാതെ വനം വകുപ്പ് അധികൃതർ തുടരുകയാണ്. ആരാണ് ഈ ആനയെ തുരത്തേണ്ടത്? നാട്ടുകാരാണോ അതോ പരിശീലനം ലഭിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണോ? ഈ ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കുതിരാനിലെ കാട്ടാനശല്യം വലിയ രീതിയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടാനശല്യം എന്ന് പറയുന്നത് സാനുവാണ് തുടർച്ചയായി അവിടെ നിന്നും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വനം വകുപ്പ് ഇതിൽ കൃത്യമായ നടപടി അല്ലെങ്കിൽ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം.